സുധച്ചേച്ചി ഇപ്പൊ താഴെ വന്നിരുന്നു. ഇവരെന്തിനാണ് ഇവിടെ ഇടക്കിടക്ക് വന്നു പോണത്? ഏട്ടത്തിയെ കാണാൻ വന്നതാ. പക്ഷെ ഏട്ടത്തി ഇല്ലാത്തതുകൊണ്ട് തിരിച്ചുപോയി. തിരിച്ചു പോകുന്നതിന് മുമ്പ് അവരേട്ടത്തിയുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതിൽ അവരവസാനമായി പറഞ്ഞ കാര്യമാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. നിങ്ങൾ മാത്രം പോയാൽ ശരിയാകില്ല. അത് ഏത് സ്ഥലേട്ടാ അമ്പിളി ഏട്ടത്തി മാത്രം പോയാൽ ശരിയാകാത്തത്? എവിടേക്കാണ് പോണെന്നെല്ലാം പറഞ്ഞാൽ കേട്ടോ? ഇല്ല, ദൂരെ എവിടെയാണ്. അവിടേക്കാണ് ഇപ്പൊ സുധച്ചേച്ചി പോയത്. ഞാൻ പറഞ്ഞില്ലേട്ടാ ഏട്ടനറിയാതെ എന്തോ പ്ലാനിങ് നടക്കുന്നുണ്ടെന്ന്. വക്കീൽ ഇത് തന്നെ പറഞ്ഞത്. സുധാമണി ഇടക്കിടക്ക് ഇവിടെ വന്നു പോണ്ടെങ്കിലേ എനിക്കിട്ടെന്തോ പണിയാൻ വേണ്ടിയിട്ടാണ്. ഉറപ്പാണേട്ടാ ഏട്ടൻ എന്തോ പണി വരുന്നുണ്ട്. ഇനി ആരും അറിയാണ്ട് ഏട്ടത്തി ജോലിക്ക് വല്ലതും പോകാനുള്ള പ്ലാനും? ആ ബെസ്റ്റ്. ഇവിടെ ഞാൻ അറിയാണ്ട് ജോലിക്ക് പോയാലും ഇവിടെ നിന്ന് ജോലിക്ക് പോകുമ്പോൾ ഞാൻ അറിയില്ലേ? അതുമല്ല, ജോലി കിട്ടിയാൽ തന്നെ അത് മുടക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് 100 പ്ലാനുണ്ട്. അത് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുള്ള കാര്യം അവൾക്കറിയാം. പക്ഷെ ഇവര് 3 പേര് എന്താ പ്ലാൻ ചെയ്യണമെന്ന് എങ്ങനെയെങ്കിലും അറിയണം. ഹലോ വക്കീലെ, ഇതെവിടെയാണ്? എടോ, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ പോടോ. എടോ, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇത് എന്തിൻ്റെ കേടാണ്? എന്തായി, തനിക്ക് തിരിച്ച് പണി കിട്ടി തുടങ്ങിയോ? എടോ, ഞാൻ അന്നേ പറഞ്ഞില്ലേ അവളെ സൂക്ഷിക്കണമെന്ന്. അതല്ല വക്കീലെ, വക്കീല് പറഞ്ഞ പോലെ അവർ 3 പേര് എന്തോ പ്ലാൻ ചെയ്യാനുണ്ട്. ഇപ്പൊ അവര് 3 പേരും കൂടെ എങ്ങോട്ടോ പോയേക്കുക. അവരെവിടെ പോയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അത് തന്റെ നാശത്തിനായിരിക്കും അവര് പോയിരിക്കുന്നത്. അത് കണ്ടുപിടിച്ച് എന്ത് പ്ലാനാണെങ്കിലും പൊളിച്ച് കൈ കൊടുക്കണം വക്കീലെ. സുധയുടെ വായെന്ന് കാര്യം അറിയാൻ താൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. താൻ അമ്പിളിയോടോ ആവണിയോടോ ഒക്കെ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക്. അതായിരിക്കും തനിക്ക് നല്ലത്. അവരൊന്നും പറയില്ല വക്കീലെ. വേറെന്തേലും വഴിയുണ്ടോ ഞാൻ ആലോചിക്കട്ടോ. ഇപ്പൊ ഞാൻ ഡ്രൈവിംഗില്ല, ഞാൻ എത്തിയിട്ട് തന്നെ തിരിച്ചു വിളിക്കാം. ഓക്കെ വക്കീലെ. അഞ്ജു, എന്താ അവരെന്താണ് പ്ലാൻ ചെയ്യണമെന്ന് അറിയാനേ നീ എൻ്റെ കൂടെ നിൽക്കൂ. ഉറപ്പായി നിൽക്കുക ഏട്ടാ. എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ ഏട്ടനെ സഹായിക്കും. എന്തിനിപ്പോ അബോർഷൻ വേണമെന്നൊരു തീരുമാനം? എനിക്ക് കുഞ്ഞ് വേണ്ട ഡോക്ടർ. ഹസ്ബൻഡിനും ഈ കുഞ്ഞിനെ വേണ്ടെന്ന് തന്നെയാണോ തീരുമാനം? അല്ല, ശ്രാവണല്ലേ അവനിയുടെ ഹസ്ബൻഡ്? ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഡോക്ടർ. ഈ ലോകത്ത് എത്രയോ പേരൊരു കുഞ്ഞിന് വേണ്ടി എന്തോ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, എന്നിട്ടും അത് സക്സസ് ആവാതിരിക്കുന്നു. നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ചൊരു കുഞ്ഞിനെ നൽകിയപ്പോൾ നിങ്ങളത് അബോർഷൻ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഹസ്ബൻഡ് മാറി ചിന്തിച്ചിട്ടുണ്ട്. അതല്ല അദ്ദേഹം പുറത്തേക്ക് പോയത്. എനിക്ക് മനസ്സിലായത് ഈ അബോർഷന് ആവണിയാണ് മുൻകൈ എടുത്തെന്നാണ്. റീതിങ്ക് യുവർ ഡിസിഷൻ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ